الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بنفسي بتقوى الله كما قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم وإبراهيم الذي وفى. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അവന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുകയും ജീവിതത്തിലുടനീളം എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നറിയാത്ത മരണമാകുന്ന യാത്രയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടായിരിക്കുകയും ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള അമാനത്ത്, അവനോടുള്ള വഫാ, അവൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുക എന്നുള്ള ഇസ്തിജാബത്ത്, ഇതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി പ്രതിപാദിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. എങ്ങനെയെങ്കിലും എന്ന ഒരു രൂപേണയല്ല, നേരെ മറിച്ച് സാധ്യമാകുന്ന അത്ര എന്നതാണ് ആ വിഷയത്തിൽ നമ്മെ ഏൽപ്പിക്കുന്ന ബാധ്യത. ഒരു മനുഷ്യന്റെ തക്ലീഫിനപ്പുറമുള്ളത്, കഴിവിനപ്പുറമുള്ളത് നിങ്ങൾക്ക് നാം നിയമമാക്കുന്നില്ല എന്ന് ഖുർആൻ അതിൻ്റെ പൊതു തത്വമായി നമ്മളോട് പറഞ്ഞതാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിവിൻ്റെ അപ്പുറത്തേക്കുള്ളത്, സാധ്യതയുടെ അപ്പുറത്തേക്കുള്ളത് അല്ലാഹു തആല ഒരു നഫ്സിനോടും കൽപ്പിക്കുന്നില്ല, നിർബന്ധമാക്കുന്നില്ല, തക്ലീഫാക്കിയിട്ടില്ല എന്ന് ഖുർആൻ അതിൻ്റെ പൊതു തത്വമായി പറഞ്ഞതാണ്. എന്നാൽ അതേ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനല്ലാഹ വറസൂല. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള അമാനത്ത് നിങ്ങൾ ഒരിക്കലും അതിനോട് വഞ്ചന കാണിക്കരുത്. ലാ തഖൂനല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വറസൂല, അവൻ നിയോഗിച്ച റസൂലിനോടും. വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ,
അങ്ങനെ നിങ്ങൾ വഞ്ചന കാണിക്കുന്നതിലൂടെ നിങ്ങളെ ഏൽപ്പിച്ച അമാനത്തിനെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്. നിങ്ങൾ അത് അറിയുന്നവരായിരിക്കെ അങ്ങനെ ചെയ്യരുത് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല എന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കരാറുകൾ അത് നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്. വഫാ എന്നാണ് അതിന് പറയുക. കരാറിനെ നിറവേറ്റുക എന്ന് പറയുന്ന, ആ കരാറിനെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. നിശ്ചയമായും അത് വിചാരണ ചെയ്യപ്പെടുന്നതാണ്, ഉത്തരവാദിത്തമുള്ളതാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് അതിലേറ്റവും നല്ല ഒരു മാതൃകയായി ഖുർആൻ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളും കരാറുകളും അമാനത്തുകളും നിറവേറ്റേണ്ടതുപോലെ നിർവഹിച്ച് സമ്പൂർത്തീകരിച്ച ഒരു മാതൃകയായി ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചാണ്. അതാണ് ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറ അൻ-നജ്ം 53-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റായി അവിടുത്തെ ഏറ്റവും നല്ല ഉത്തമമായ ഉദാത്തമായ സ്ഥാനമായി അല്ലാഹു തആല അദ്ദേഹത്തെ പ്രതിപാദിച്ചുകൊണ്ട് പറയുകയാണ്, വഇബ്രാഹീം അല്ലദീ വഫാ. എന്തെല്ലാം അമാനത്തുകളാണോ അല്ലാഹു തആല അദ്ദേഹത്തെ ഏൽപ്പിച്ചത്, എന്തെല്ലാം വഫാകളാണോ കരാർ പാലനങ്ങളാണോ അദ്ദേഹത്തെ അല്ലാഹു തആല ഏൽപ്പിച്ചത്, എന്തിനെല്ലാം ഉത്തരം ചെയ്യുവാനാണോ അല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞത്, അതിനെ എല്ലാം പൂർത്തീകരിച്ചവനായ ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഇനി ഞാനും നിങ്ങളും എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബം ഉൾപ്പെടെയുള്ള ഈ ദീനിനെ സ്വീകരിച്ചിട്ടുള്ള ഞാനും നിങ്ങളും നമ്മളെ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെ, അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന അമാനത്തുകളെ പ്രധാനമായും നമ്മളൊന്ന് ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ടതല്ലേ ഈ സന്ദർഭത്തിൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത്, ആദർശം, അവിടുത്തെ സരണി, അവിടുത്തെ വഴി വിശ്വാസികളായിട്ടുള്ളവർക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ, ആ മാർഗത്തെയും ആദർശത്തെയും വഴിയെയും ആരെങ്കിലും അനിഷ്ടകരമായി അതൃപ്തിയോടുകൂടി കാണുന്നുവെങ്കിൽ തീർച്ചയായും അവൻ ഇബ്രാഹിമി സരണിയിൽ നിന്ന്, ഇബ്രാഹിമി ആദർശത്തിൽ നിന്ന് വഴിമാറിപ്പോയവനാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ, വഇബ്രാഹീം അല്ലദീ വഫാ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് ചെയ്തിരിക്കെ, ആ ഇബ്രാഹിമിന്റെ ആദർശത്തിലുള്ള നമ്മൾ ആ ആദർശ വഴിയിൽ എത്ര കണ്ട് നമ്മുടെ കരാറുകൾ നിറവേറ്റുന്നവരാണ്, എത്ര കണ്ട് നമ്മുടെ അമാനത്തുകൾ നിറവേറ്റുന്നവരാണ്. വിശുദ്ധ ഖുർആൻ സൂറ അൽ അഹ്സാബ് 33-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ അർദിനൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ. അല്ലാഹു തആല ആകാശ ഭൂമി ഗോളങ്ങളെ, പർവ്വതങ്ങളെ എല്ലാം സൃഷ്ടിച്ചു, മനുഷ്യരാശിയെയും സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു തആല അവന്റെ അമാനത്തിനെ ആകാശഭൂമികളുടെയും ഭീമാകാരമായ പർവ്വതങ്ങളുടെയും മുകളിൽ പ്രദർശിപ്പിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്റെ ദീനാകുന്ന ഈ അമാനത്ത്, നമുക്കറിയാം മനുഷ്യന് മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യനും ജിന്നും എന്ന് പറയുന്ന രണ്ട് വർഗത്തിന് മാത്രമാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നത്. ഇഖ്തിയാർ എന്ന് പറയുന്ന നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള താൽക്കാലികമായ ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യ ജിന്നു വർഗങ്ങൾക്ക് മാത്രമാണ്. ബാക്കിയുള്ള അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്കെല്ലാം അല്ലാഹു തആല നൽകിയിരിക്കുന്ന പ്രകൃതമനുസരിച്ച് മുന്നോട്ട് പോകാനേ കഴിയൂ. എങ്കിലും അള്ളാഹുവിന്റെ ദീനാകുന്ന ഈ അമാനത്തിനെ അല്ലാഹു തആല അത് ഏറ്റെടുക്കാൻ വേണ്ടി, അത് വഹിക്കാൻ വേണ്ടി ഇവയുടെയൊക്കെ മുമ്പിലേക്ക് അല്ലാഹു തആല പ്രദർശിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഫഅബൈന അൻ യഹ്മിൽനഹാ, പക്ഷേ അവ അത് ഏറ്റെടുത്തിട്ട് ആ ഏറ്റെടുത്ത അമാനത്തിനെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാതെ
തിരിച്ച് അല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവയെല്ലാം അത് ഏറ്റെടുക്കാൻ വേണ്ടി വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വഹമലഹൽ ഇൻസാൻ, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് മനുഷ്യനാണ് ആ അമാനത്ത് ഏറ്റെടുത്തവൻ. മനുഷ്യനാണ് അള്ളാഹുവിന്റെ അമാനത്തിന് ഏറ്റെടുത്ത വർഗമെന്ന് അല്ലാഹു തആല പറയുന്നു. മനുഷ്യന് ആ അമാനത്തിനെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള പ്രകൃതവും ആ അമാനത്തിനെ ധിക്കരിച്ചുകൊണ്ട് അതിനെ കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രകൃതവും നൽകപ്പെട്ടിരിക്കുന്നു എന്നതോടൊപ്പം മനുഷ്യന് ഇങ്ങനെ ഒരു അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനും നിങ്ങളും വിശ്വാസിനികളാണ്. ആണും പെണ്ണുമാകുന്ന നമ്മൾ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള അമാനത്തിനെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ അമാനത്തിനെ ഞാനും നിങ്ങളും എത്ര കണ്ട് ഗൗരവത്തോടുകൂടി സജീവമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പാലിക്കുന്നുണ്ട് എന്നത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്മരണ അയവിറക്കുന്ന ഈ വേളയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ബാധ്യത മറന്നു പോകരുത്. ഇബ്രാഹിം നബി പൂർത്തീകരിച്ചു എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് ചെയ്താൽ അത് അദ്ദേഹത്തിനെ പ്രയോജനം ചെയ്യൂ, അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും പ്രയോജനം ചെയ്യൂല. അത് ഖുർആൻ പറഞ്ഞത് ഞാൻ ഇബ്രാഹിം നബിയുടെ സ്മരണ അയവിറക്കുന്ന ആദ്യ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. സൂറത്തുൽ ബഖറയിലെ അല്ലാഹുവേ എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ളാലിമായിട്ട് ജീവിക്കുന്ന, ക്രമം തെറ്റി ജീവിക്കുന്ന, അക്രമകാരിയായി ജീവിക്കുന്ന ഒരുവന്, അത് നിന്റെ മകനാണെങ്കിലും ശരി, ഇബ്രാഹിമേ എൻ്റെ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇബ്രാഹിം നബിയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക്, ഇത്രയും വർഷത്തേക്ക് പിന്നോട്ട് വന്ന ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന് പറയുന്ന നമ്മൾ ഇബ്രാഹിമി മില്ലത്തിൻ്റെതായ വഫായിനെ, ആ കരാറിനെ നമ്മൾ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതിന് ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ, ആ അമാനത്തിനെ നമ്മൾ നിറവേറ്റേണ്ട പോലെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ നിറവേറ്റുന്നില്ല എങ്കിൽ നിശ്ചയമായും നമ്മുടെ കാര്യം അല്ലാഹുവിന്റെ വിചാരണ നാളിൽ വളരെ പ്രയാസകരമായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അത് നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ വചനം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ആ കരാറിനെ പൂർത്തീകരിച്ചവനാണ്, അത് നിറവേറ്റിയവനാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറ വസയുജ്സാഹുൽ ജസാഅൽ ഔഫ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4 ആയത്തിലൂടെ ഇബ്രാഹിം നബിക്ക് അതിന് കഴിഞ്ഞത് എന്തുകൊണ്ടാ? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എൻ്റെ അമാനത്ത് ഞാൻ നിറവേറ്റിയിട്ടില്ല എങ്കിൽ, എന്നോട് ഞാൻ എൻ്റെ റബ്ബുമായി ചെയ്ത കരാറിനെ ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ പൂർത്തീകരിക്കാത്ത പാപം ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചാൽ എൻ്റെ പാപഭാരം നാളെ പരലോകത്ത് വഹിക്കാൻ വേറെ ഒരാളും ഉണ്ടാകില്ല. അത് ഇബ്രാഹിം നബിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി വലിയ ത്യാഗങ്ങളിലൂടെ, വലിയ പരീക്ഷണങ്ങളിലൂടെ, വലിയ കരാറുകൾ ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല സ്വപ്നം മുഖേനയും നേർക്കുനേരെയുമുള്ള കൽപ്പനകളിലൂടെ ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ, എൻ്റെ റബ്ബിനോടുള്ള കരാറിനെ ഞാൻ പൂർത്തീകരിക്കാതെ പാപിയായി ഞാൻ ജീവിച്ചാൽ, കുറ്റവാളിയായി ഞാൻ ജീവിച്ചാൽ, തെറ്റുകാരനായി ഞാൻ ജീവിച്ചാൽ എൻ്റെ പാപം നാളെ പരലോകത്ത് ഏറ്റെടുക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് നല്ല പോലെ ഉണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ടാണ് വഫാഹിനെ പൂർത്തീകരിക്കാൻ കഴിയാത്തത്? എന്നെയും നിങ്ങളെയും ഇതുപോലെ ഒരു ദീൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്ന് ഇബ്രാഹിം നബി മക്കളോട് വസിയത്ത് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ഒരു ദീനിനെ നൽകിയിട്ടുണ്ട്, പൂർത്തീകരിച്ചു തന്ന ഒരു ദീൻ. ആ ദീനിനെ അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും, നമ്മൾ കടന്നു ചെല്ലുന്ന എല്ലാ സന്ദർഭങ്ങളിലും, മേഖലകളിലും ആ ദീനിനെ എനിക്കും നിങ്ങൾക്കും പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ മറുവശം എനിക്കും നിങ്ങൾക്കും പരലോകം എന്ന് പറയുന്ന ഒരു നാളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദിവസത്തെക്കുറിച്ച് നമുക്ക് എന്തോ തെറ്റായ ധാരണകളുണ്ട്. ആ വിശ്വാസം നമുക്ക് ശരിയായ വണ്ണം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. ഉൾക്കൊണ്ട ഒരാൾക്ക് എൻ്റെ റബ്ബിൻ്റെ ഒരു കൽപ്പന, എൻ്റെ റബ്ബിൻ്റെ ഒരു അമാനത്ത്, എൻ്റെ റബ്ബ് എന്നോട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വഫാ, ഒരു കരാറ് എനിക്കൊരിക്കലും ലംഘിക്കാൻ കഴിയില്ല.
റബ്ബ് എന്നോട് ചെയ്ത കരാറിന്റെ ഭാഗമാണ്. ഞാൻ വിനീതനായി ജീവിക്കണം, എളിമയുള്ളവനായി ജീവിക്കണം, താഴ്മയോടുകൂടി ജീവിക്കണം. ഒരിക്കലും പൊങ്ങച്ചക്കാരനാകാൻ പാടില്ല, ഒരിക്കലും ഞാൻ അങ്ങേയറ്റം അതിര് കടന്നവരാകാൻ പാടില്ല, ഞാൻ ഫഖ്ർ അഥവാ ദുരഭിമാനിയാകാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതാണ്. നിങ്ങൾ ധൂർത്തിലേക്ക് പോകുന്നുവെങ്കിൽ, നിങ്ങൾ അമിതവ്യയത്തിലേക്ക് പോകുന്നുവെങ്കിൽ, നിങ്ങൾ പിശുക്കിലേക്ക് പോകുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങേയറ്റം പൊങ്ങച്ചത്തിന്റെ സ്വഭാവത്തിലേക്കും നിങ്ങൾ ദുരഭിമാനത്തിലേക്കും പോകുന്നുവെങ്കിൽ, ഇതൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ നമ്മുടേതായ ഓരോ പ്രശ്നങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അല്ലാഹുവിനോടുള്ള കരാറിനെയല്ല പൂർത്തീകരിക്കുന്നത്. നമ്മൾ നാട്ടിലെന്ത് നടക്കുന്നു, നാട്ടിലെങ്ങനെയൊക്കെ നടക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി നാട് നടന്നതുപോലെയല്ല നടന്നത്. ഇബ്രാഹിം നബിയുടെ പിതാവ് നടന്നതുപോലെയല്ല നടന്നത്. അല്ലേ? നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബി അങ്ങനെയല്ലാതെ നടന്നത് എന്തുകൊണ്ട്? അല്ലാഹുവിനോടുള്ള കരാറിനെ പൂർത്തീകരിക്കാനാണ്. എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അല്ലാഹുവിനോടുള്ള കരാറിന്റെ ഗൗരവം, അല്ലാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ശരിയായ വിശ്വാസമില്ലായ്മ. ആരൊക്കെയോ നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെയുണ്ട്. എന്തൊക്കെയോ സൂത്രത്തിലൂടെയോ ഏതൊക്കെയോ ഉപായത്തിലൂടെ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു ധാരണ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എവിടെയോ നമ്മുടെ മനസ്സുകളിൽ പിശാചി ഇട്ടു തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളോടുള്ള അമാനത്ത് നിറവേറ്റാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പൂർത്തീകരിച്ചതുപോലെ കഴിവിൽ പരമാവധി ഇബ്രാഹിം അല്ലദീ വഫ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവനേൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെ നിറവേറ്റി പൂർത്തീകരിച്ച് ശരിയാവണ്ണം ആ കരാറുകൾ നിറവേറ്റിയവനായി കൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ നിറവേറ്റപ്പെട്ടവരായി കൊണ്ട് നമ്മുടെ മരണത്തെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് രണ്ടാമത് ഖുർആൻ പറഞ്ഞ ഒരു വിശേഷണം സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 120-ാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും: ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് വലം യകു മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ, നിശ്ചയം ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം കാന ഉമ്മത്തൻ, ഒരു സമുദായമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഒറ്റയാളാണ്, അല്ലെ? നമുക്കറിയാം, ഒരാളുമില്ല കൂട്ട്. തന്റെ ആദർശ വഴിയിൽ 80 വയസ്സുവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രയാണം ഒറ്റക്കാണ്. 80-ാമത്തെ വയസ്സിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പക്ഷേ ലഭിച്ചിരിക്കാം മക്കളെ, സ്വാലിഹീങ്ങളായ മക്കള്. അദ്ദേഹം അല്ലാഹുവിനോടുള്ള ബന്ധവും അവിടത്തോടുള്ള പ്രാർത്ഥനയുടെയും ഭാഗമായി അല്ലാഹു തആല അവന് നൽകിയിട്ടുണ്ടാകാം ഒരു പക്ഷേ സ്വാലിഹീങ്ങളായ മക്കള്. അതുവരെ ഒറ്റയാളായിട്ട്, ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്നത് പോലെ ഒറ്റയാളായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അല്ലാഹുവിനോടുള്ള കരാറുകൾ നിറവേറ്റുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ എന്ത് വിശേഷിപ്പിച്ചു? കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളും ഒരു സമുദായം ഇവിടെ ഉണ്ട്, അല്ലെ? നമ്മൾ ഒറ്റക്കല്ല, നമ്മളൊരു സമുദായം ഉണ്ട്. എന്നിട്ട് നമുക്ക് അല്ലാഹുവിനോടുള്ള കരാർ നിറവേറ്റാൻ കഴിയുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാൻ കഴിയുന്നില്ല, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ കഴിയുന്നില്ല, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. ഇബ്രാഹിം ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഒരു ഉമ്മത്ത് നിർവഹിക്കുന്നത് പോലെ, ഒരു ഉമ്മത്തിന്റെ ദൗത്യം പോലെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിനോടുള്ള, അള്ളാഹു ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. എന്നിട്ട് ഖുർആൻ പറയണത് എന്തുകൊണ്ടാണ് സാധിച്ചത്? ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് അനുസരണയുള്ളവനായിരുന്നു, അള്ളാഹുവിന് അനുസരണയുള്ളവനായിരുന്നു, അള്ളാഹുവിന് അങ്ങേയറ്റം നിഷ്കളങ്കമായി കീഴൊതുങ്ങിയവനായിരുന്നു ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് സാധിച്ചത്. നമുക്ക് ഒരുപാട് ആളുകളെ തൃപ്തിപ്പെടുത്തണം, അല്ലെ? തൗഹീദിൽ നിന്ന് പോകുന്നവര്, ജാറത്തിലേക്ക് പോകുന്നവരോ, മഖ്ബറയിലേക്ക് പോകുന്നവരോ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളിലേക്ക് പോകുന്നവരൊക്കെ പലരെയും തൃപ്തിപ്പെടുത്താനാണ്. തെറ്റാണ് എന്നറിയാം, കുറ്റകരമാണ് എന്നറിയാം, ശരിയല്ല എന്നറിയാം. ഇത് വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനമാകുന്ന ഖുർആനിന്റെ തത്വത്തിന് എതിരാണ് എന്നറിയാം. അപ്പോഴും നമ്മൾ അമോശൻ കാക്കയെ തൃപ്തിപ്പെടുത്താൻ, ബന്ധുവീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ, മൂത്താപ്പയെയും അളാപ്പയെയും തൃപ്തിപ്പെടുത്താൻ എന്താ നമ്മൾ പറയുന്നത്? നമസ്കാര പായ വിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്
അല്ലാഹുവേ, നീ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്, നിനക്കൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇതാണ് ഒരു അടിമ നിസ്കാരപ്പായ വിട്ട് എഴുന്നേറ്റ് പോണതിന് മുമ്പ് 5 പ്രാവശ്യം അല്ലാഹുവോട് പറയാം, അല്ലാഹുവേ, എല്ലാ ആധിപത്യവും നിന്റേതാണ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. ഹാജിമാര് തൽബിയത്ത് ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്യം ഓരോരുത്തരും അവരവരുടെ മുസല്ല വിട്ട് എഴുന്നേറ്റ് പോണതിന് മുമ്പ് പറയണം. എല്ലാ സ്തുതികളും നിനക്കാണ്, ഏറ്റവും നല്ല സ്തുതികൾ മുഴുവൻ നിന്നിലേക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന, നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. അത് വളരെ നിഷ്കളങ്കമായി, ഒരു കലർപ്പുമില്ലാതെ, മുഖ്ലിസീന, ഒരു കലർപ്പുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. ലഹുദ്ദീൻ, അത് ദീനിന്റെ അടിത്തറയാണ്. വലൗ കരിഹൽ കാഫിറൂൻ, ഇതിനെതിരായിട്ട് കുഫിരിയത്തിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ഒരാളെയും ഞാൻ അനുസരിക്കില്ല എന്നാണ്. അത് വാപ്പയാണെങ്കിലും അനുസരിക്കൂല, ഉമ്മയാണെങ്കിലും അനുസരിക്കൂല, ഇണയാണെങ്കിലും അനുസരിക്കില്ല, മക്കളാണെങ്കിലും. നിങ്ങളാണ് ചേർത്ത് വെച്ചോ, അതിൽ ഇബ്രാഹിം നബി പിതാവിനെ അനുസരിക്കാഞ്ഞത്. നമ്മൾ എവിടെയോ കിടക്കുന്ന ബന്ധത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾ അതൃപ്തിപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഇതിൽ പോലും അടിസ്ഥാനപരമായി മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞ ഈ വിശ്വാസത്തിൽ പോലും നമ്മൾ പലരെയും അനുസരിച്ചു കൊണ്ടുപോകുക. അതുകൊണ്ട് നമുക്ക് ഒരു ഉമ്മത്തുണ്ടായിട്ടും ഇബ്രാഹിം നബിയുടെ പോലെ വഫാഇനെ പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഉമ്മത്തോടെയുണ്ട്. ഇബ്രാഹിം നബി ഉമ്മത്തുണ്ടായിരുന്നില്ല, ഒറ്റയാളായിരുന്നു. നമ്മൾ ഒറ്റയാളല്ല, നമ്മൾ ഉമ്മത്തുണ്ട്. പക്ഷേ നമുക്ക് ഇബ്രാഹിം നബി പൂർത്തീകരിച്ച പോലെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിനല്ല നമ്മുടെ ജീവിതത്തിന്റെ സമർപ്പണം, അള്ളാഹുവിനെയല്ല നമ്മൾ നിഷ്കളങ്കമായി സമർപ്പണം. അള്ളാഹുവിനുള്ള അനുസരണം നിഷ്കളങ്കമായി അനുസരിക്കാനല്ല നമുക്ക് വ്യഗ്രത, നമുക്ക് വേറെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ, വേറെ എന്തിനൊക്കെയോ വേണ്ടി, അല്ലെ, ഭൗതികമായ പലതിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ദീനിനെ എത്ര വേണമെങ്കിലും വിൽക്കാൻ വെക്കുന്ന ചരക്ക് പോലെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറിപ്പോയാൽ പൂർത്തീകരിക്കാൻ കഴിയില്ല. പാപങ്ങളിൽ നമ്മൾ മുഴുകിയാണ് ജീവിക്കുക. ഈ പാപഭാരം നാളെ പരലോകത്ത് ഒരാളും ഏറ്റെടുക്കാനുണ്ടാകില്ല എന്ന സഗൗരവത്തോടു കൂടിയുള്ള ഖുർആനിന്റെ താക്കീതും ഓർമ്മപ്പെടുത്തലും വിശ്വാസികളുടെ ഹൃദയത്തിൽ തീർച്ചയായും ഈ ദീനിനോടുള്ള കരാർ പാലനങ്ങൾ, ഈ ദീനിന്റെ അമാനത്തുകൾ, ഈ ദീനിന്റെ ഇസ്തിജാബത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ-റസൂൽ എന്ന് ഖുർആനിന്റെ പ്രയോഗങ്ങളില്ലേ, അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം ചെയ്യും നിങ്ങൾ. ആ ഉത്തരം ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളായി ജീവിക്കാനാണ് എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. വലം യക്കു മിനൽ മുശ്രികീൻ, ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനെയല്ല അദ്ദേഹം. ശിർക്കിന്റെ ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു സഖിറൻ, എപ്പോഴും അല്ലാഹുവിന് നന്ദിയുള്ളവനായിരുന്നു. ലിഅൻഉമിഹി, അല്ലാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, അല്ലാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും. എന്താ അനുഗ്രഹമാണ് ഇബ്രാഹിം നബിക്ക് ചെയ്തു കൊടുത്തത്? 80-ാമത്തെ വയസ്സിന് ശേഷം കുട്ടിയുണ്ടായതാ. അപ്പൊ ഞാൻ നിങ്ങൾ എത്ര ശുക്ർ ചെയ്യണം? വിവാഹം കഴിച്ച് 2-ാമത്തെ വർഷമോ 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തോ വർഷം അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന അനുഗ്രഹമാകുന്ന കുട്ടികളെ നമ്മൾ ലാളിക്കുകയും നമ്മൾ താലോലിക്കുകയും നമുക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകുകയും ചെയ്തുവെങ്കിൽ നമ്മൾ എത്രത്തോളം ശുക്ർ കാണിക്കണം? എന്തോരം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹ് പറയണേ, ആ ഇബ്രാഹിം നബിക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ആളായിരുന്നു. അപ്പൊ എത്രയോ നന്ദി കാണിക്കാൻ, എത്രത്തോളം നന്ദി കാണിക്കാൻ ഞാൻ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മൾ ഓർക്കാറില്ല. നമ്മളങ്ങനെ പോകണേ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇസ്തബാഹു, ആ നന്ദിയുള്ളവനായതുകൊണ്ടാണ് അദ്ദേഹത്തെ സവിശേഷമായി തെരഞ്ഞെടുത്തത്. വീണ്ടും ഖുർആൻ പറഞ്ഞു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹുവിന്റെ മുസ്തഖീമായ വഴിയിലേക്ക് അദ്ദേഹത്തിന് മാർഗദർശനം നൽകിയത്.
ഇതൊക്കെ പരസ്പരം ചേർത്തു വെച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹുവിന് ശുക്റുള്ള ഒരു അടിമയാകുമ്പോഴാണ് അള്ളാഹു ആ ഉമ്മത്തിനെ സവിശേഷതയോടുകൂടി തിരഞ്ഞെടുക്കുക. ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കട്ടെ, ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ. ഇതൊക്കെ സ്വീകരിക്കാനും അതിനൊക്കെ അർഹതയുള്ള ഒരു ഉമ്മത്തായി മാറുന്നത് ശാക്കിറൻ, ശുക്റുള്ള ഒരു അടിമയായി നമ്മൾ മാറുമ്പോഴാണ്. ശരിയായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണ്ടേ. വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും അള്ളാഹുവിന് ശുക്റുള്ള ഒരു അടിമയായിരിക്കണം. ആ ശുക്രിന്റെ ഒന്നാമത്തെ ഭാഗം വലം യക്കു മിനൽ മുശ്രികീൻ, അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ അവനോടുള്ള അനുഷ്ഠാനങ്ങളിൽ ഒരിക്കലും ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഇതെല്ലാം പരസ്പര ബന്ധിതമായി പരസ്പര പൂരകങ്ങളായി വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്ന അധ്യായം സൂറത്തുൻ നഹ്ൽ അതിന്റെ അവസാന ഭാഗത്താണ്. വഅതൈനാഹു ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഹസനത്ത് നൽകി. ദുനിയാവിൽ ഹസനത്ത് നൽകി അല്ലാഹു തആല. സാക്ഷാൽ തീക്കുണ്ടാരത്തെ ശത്രുക്കളാകുന്ന ആളുകളെല്ലാവരും കൂടി പടുത്തുയർത്തിയിട്ടും പണിതുയർത്തിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ മുസൽമാന്മാരെ ആലോചിക്കണം. വെറുതെ നമ്മള് ആവേശം കൊണ്ട് ഇബ്രാഹിം നബിയുടെ തീക്കുണ്ടാരത്തെ കെടുത്തിയവനില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ആ കെടുത്തിയവനായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കണം. ആ ഒരു ജീവിതത്തിന്റെ ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയണം. നമ്മുടെ തോന്നിയവാസവും നമ്മുടെ ഇച്ഛകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ധൂർത്തുകളും നമ്മുടേതായിട്ടുള്ള ഒരുപാട് തിന്മകളും ചെയ്ത് കൂട്ടിയിട്ട് അള്ളാഹ് ഇബ്രാഹിം നബിയുടെ തീനെ ഊതിക്കെടുത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട് വല്ലാതുണ്ടാ? ഒരു കാര്യമില്ല. അള്ളാഹ് പറയണേ വഅതൈനാഹു ഫിദ് ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നമ്മൾ അദ്ദേഹത്തിന് നന്മ നൽകിയില്ലേ. ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടിയതാ? ശുക്റുള്ള അടിമയായി ജീവിക്കാൻ സന്നദ്ധമായതുകൊണ്ട്, ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒറ്റക്ക് നിന്ന് ഒരു ഉമ്മത്തിന്റെ പണി ചെയ്തതുകൊണ്ട്. വായിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ഖുർആൻ പറയുന്നതിൻ്റെ പൊരുള്. എന്നിട്ട് ഞാനും നിങ്ങളും ആലോചിക്കണം എവിടെ നിൽക്കുന്നു നമ്മൾ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറുന്നു, എത്രത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരാകുന്നു, നിറവേറ്റുന്നവരാകുന്നു എന്നാലോചിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം കാര്യങ്ങളെക്കുറിച്ച് സഗൗരവം ചിന്തിച്ച് ഏറ്റവും ശരിയായ മാർഗത്തെ പുൽകാൻ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം എനിക്കും നിങ്ങൾക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുകയും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമൽ അശ്ർ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചക തിരുമേനിയിൽ നിന്ന് പ്രവാചകന്റെ അരുമ ശിഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന അമല് പോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് മറ്റൊരു സന്ദർഭത്തിലും ഇല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആ 10 ദിവസം? യഅനി അയ്യാമൽ അശ്ർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല അഭിപ്രായങ്ങളും വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിലെ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 രാവുകൾ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ ഏതാണ് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പ്രബലമായും
ഒരു പിടി മുഫസ്സിറുകൾ പറഞ്ഞൊരു അഭിപ്രായം അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ദുൽഹിജ്ജ 1 ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാൻ പോവുകയാണ്. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന അമല് സ്വാലിഹാത്ത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞതാണ് ഈ ഹദീസിന്റെ പ്രതിപാദ്യമെന്ന് മുഹദ്ദിസുകളുടെ ലോകത്ത് ബ്രബാസുദ്ദാനി ഉൾപ്പെടെയുള്ള ആളുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സഹാബാക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖാലു യാ റസൂലല്ലാഹ്, റസൂൽ ഇത് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, തീർച്ചയായും വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ഈ 10 ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ജിഹാദും അതിലേതാണ് വലുത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നതാണ് വലുത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജിഹാദിന് പോകുന്നതാണ് വലുത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ സാലിക ബിശൈഇൻ. റസൂലുള്ളാഹി പറഞ്ഞു, വെറുതെ ഒരു ജിഹാദിന് പോയിട്ട് തിരിച്ചു വന്നാൽ ആ ജിഹാദിന് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം, ആ ജിഹാദ് നിങ്ങൾ പോകുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം നിങ്ങൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നതാണ് അല്ലാഹുവിന് ഇഷ്ടം. എന്നാൽ ഒരാൾ ജിഹാദിന് പോയി അവന്റെ ശരീരവും അവന്റെ സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ തിരിച്ചു വരാത്ത വിധം അവിടെ സമർപ്പിച്ചു, അഥവാ ജീവൻ പോയി ഷഹാദത്ത് വരിച്ചു, അവന്റെ സമ്പത്ത് അവൻ ആ യുദ്ധത്തിന് വേണ്ടി മുഴുവൻ ചെലവാക്കുകയും ചെയ്തു, അങ്ങനെ പോയ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഇവിടെ ഇബാദത്ത് ചെയ്യുന്നവരെക്കാൾ ശ്രേഷ്ഠവനായിരിക്കും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സന്ദർഭങ്ങളുണ്ട്, നമുക്ക് കാശൊന്നും വേണ്ട അല്ലെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചെലവഴിച്ചേനെ, എനിക്കെങ്ങാനും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊടുത്തേനെ എന്ന് പറയുന്ന വർത്തമാനം പറയാൻ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, സമയമാണെങ്കിൽ സമയം, സന്ദർഭങ്ങളാണെങ്കിൽ ഒഴിവ് സമയമാണെങ്കിൽ അത്, അതുപോലെ തന്നെ വിജ്ഞാനമാണെങ്കിൽ അത്, സമ്പത്താണെങ്കിൽ അത്, എല്ലാം കൊണ്ട് നമുക്ക് നന്മ ചെയ്യാം. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും നല്ല ഒരു സുവർണമായ അവസരമായിട്ടാണ് പ്രവാചക തിരുമേനിയുടെ സഹാബത്ത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കണ്ടിരുന്നത്. നമ്മളും പരമാവധി അമൽ ചെയ്യുക. ആ അമലിൽ നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പ് എടുത്തിട്ടില്ല എന്ന് പ്രവാചകന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ഹദീസ് ഇമാം മുസ്ലിമിൽ ഉദ്ധരിക്കുന്നുണ്ട്. റസൂൽ അങ്ങനെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ അഭിപ്രായത്തെ ഒരുപിടി സ്വഹാബത്ത് തന്നെ അത് നിരാകരിക്കുന്നുമുണ്ട്. ഇല്ല, അമൽ സ്വാലിഹാത്ത് എടുക്കാൻ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചതാണ്. അമൽ സ്വാലിഹാത്തുകളിൽ ഏറ്റവും നല്ലൊരു അമലാണ് നോമ്പ്. അതുകൊണ്ട് ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ അതും അമൽ സ്വാലിഹാത്തുകളിൽ പെടുന്നത് കൊണ്ട് ഒരിക്കലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്ന് സ്വഹാബത്ത് പറയുന്നു. ഈ 2 ഹദീസുകളെയും ഒക്കെ ജംഉ ചെയ്തിട്ട് ഈ 2 അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക്, അല്ലെങ്കിൽ 2 ദിശകളിലേക്ക് വരുന്ന ഹദീസുകളെയൊക്കെ ഏകോപിച്ചിട്ട് സലഫ് ലോകത്ത് വലിയ ഫത്വകൾ വരുന്നുണ്ട്. ഒരാളും ഒരാളെയും ആക്ഷേപിക്കേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നില്ല, ഞാൻ ബാക്കിയുള്ള അമൽ സ്വാലിഹാത്തുകൾ പരമാവധി ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊരാൾ പറഞ്ഞാൽ അയാളെ നമ്മൾ കുറ്റപ്പെടുത്തണ്ട. വേറൊരാൾ പറയണേ അമൽ സ്വാലിഹാത്ത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് ഉൾപ്പെടെയുള്ള അമൽ സ്വാലിഹാത്തുകൾ തന്നെ ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലും 10ാമത്തെ ദിവസം ഉദ്ഹിയ്യത്ത് ഉൾപ്പെടെയുള്ള സൽക്കർമ്മങ്ങളിലും ഒക്കെ ഭാഗവാക്കാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെയും നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അതാണ് വിശ്വാസികളുടെ വിശാലത. നമ്മൾ മനസ്സിലാക്കിയിടത്തേക്ക് പിടിച്ചു വലിക്കുകയും ഇതാണ് അവസാനത്തെ വാക്ക് എന്ന് പറയലല്ല. 2 രൂപത്തിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. ഒരു റിസൾട്ടൊക്കെ വന്നു അല്ലേ? ഇന്ത്യയുടെ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ഒരുപാട് ഒറ്റയ്ക്കും കൂട്ടായിട്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു തആല അതിനൊരു പ്രതിരോധം തീർക്കാവുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു റിസൾട്ട് ഇന്ത്യയിലെ മുസൽമാന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഇവിടെ അവസാനിക്കരുത് കേട്ടോ. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കരുത്. അള്ളാഹിനോടുള്ള ദുആ ആവശ്യം വരുമ്പോൾ മാത്രമായി പോകരുത്. ഞാൻ അന്ന് പറഞ്ഞതാണ്, എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കണം. ഏത് സന്ദർഭത്തിലും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും നന്നായി നമ്മൾ നിലനിർത്തണം. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നന്നായി അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരായി തീരുന്ന
ഒരു വിഭാഗമായി തീരാൻ അല്ലാഹു തആല നമ്മളെ എല്ലാവരോടും കരുണ ചെയ്യുമാറാകട്ടെ. തീർച്ചയായും ഇന്ത്യയിലെയും ലോകത്തിലെയും മുസൽമാന്മാർക്ക് ഇസ്സത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ദഅവത്തുകൾ നിർവഹിച്ചും ദീനിൻ്റെ നിയമങ്ങൾ ഒരു മുസീബത്തുകളുമില്ലാതെ നിർവഹിച്ച് മുന്നേറാവുന്ന ഒരവസ്ഥാ വിശേഷത്തെ അല്ലാഹു തആല എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. മനുഷ്യ സഹജമായി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു തആല നമുക്ക് അവൻ്റെ മഹത്തായ ഫളിലിനാൽ അവൻ്റെ കാരുണ്യത്താൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലാഹു തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി എപ്പോഴും നിലകൊള്ളാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ സന്താന തലമുറകളെ നിലനിന്ന് കിട്ടാനും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലൈക ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക عليك توكلنا وإليك ننيب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك وبفضلك يا أرحم الراحمين.